അപ്പൊ ഞാൻ കോഴിക്കോടെത്തി കാട്ടിക്കൂട്ടിയതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ദിവസത്തിലെ പകുതി ട്രെയിനിൽ പോയെങ്കിലും അതിലും തളരാതെ ഉറങ്ങിയും ബോറടിച്ചും അങ്ങനെ എങ്ങനെയോ കോഴിക്കോട് സ്റ്റേഷൻ എത്തി. കോഴിക്കോട് ബീച്ചിലൂടെ കറങ്ങി നൈറ്റ് ലൈഫൊക്കെ വൈബടിച്ച് നടന്ന് മൂക്കുമുട്ട ഫുഡ് അടിച്ച് നടക്കുന്ന എന്റെ ഒരു ബർത്ത്ഡേ ആരംഭിക്കലാമാ. യാത്ര പോയിട്ട് കുറെ നാളായോണ്ട് ഒരു യാത്ര പോകാമെന്ന് വെച്ചു. സ്റ്റേഷനിൽ ചെന്ന് പരശുന അവന് കൈ കാണിച്ച് ജസ്റ്റ് കിഡിങ്. സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. സീറ്റൊക്കെ വിശാലമായി കിടപ്പുണ്ട്. ചാടി കയറി ഒന്നിലങ്ങിരുന്നു കേട്ടോ. ഇതിനി അവിടെ എത്തുമ്പോൾ വൈകിട്ടാകും. തൃശ്ശൂർ വിട്ടാൽ പിന്നെ ആശ 100 കയറും. അത് കണ്ടിരിക്കാൻ വൺ വൈബ്. അങ്ങനെ ആലുവയും അങ്കമാലിയും തൃശ്ശൂരും കടന്നു പോകുമ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. ഈ മുടിഞ്ഞ ചൂടത്ത് മഴ ആശ്വാസമായോണ്ട് കുറച്ച് നനഞ്ഞു കേട്ടോ. അപ്പോഴേക്കും വടക്കാഞ്ചേരിയും ഒക്കെ കടന്ന് ട്രെയിൻ പറന്ന് ഭാരതപ്പുഴയുടെ മുകളിലൂടെ മന്ദം മന്ദം നീങ്ങി. ഷൊർണൂറിൽ വന്ന് കയറി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഇസ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റേഷൻ ഇൻ കേരള എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ കേട്ടതൊന്നും പിന്നെയും വിളമ്പി നിങ്ങളെ മടുപ്പിക്കുന്നില്ല കേട്ടോ. യു ആർ ഓൾറെഡി നോ ദാറ്റ്. അപ്പൊ ഇവിടെ ഇനി കുറച്ചു നേരം കാണുമല്ലോ എന്നോർത്ത് ഞാൻ പോയി എന്തൊക്കെയോ തിന്നാൻ വാങ്ങി അങ്ങ് തിന്നു. അങ്ങനെ അതേ വണ്ടി എടുത്തു. ഇനി 100-ന് മേലെ കയറാനൊക്കെ ടൈമായി. സോ ഐ ആം ത്രിൽഡ് ഫോർ ദാറ്റ് ഫാസ്റ്റസ്റ്റ് ജേർണി. കുറെ നേരത്തെ കാത്തിരിപ്പിൽ കോഴിക്കോട് വന്ന് കയറി കേട്ടോ. സമയം ഒട്ടും കളയാനില്ല. ചാടി ഇറങ്ങി ഓടിക്കയറിയ ഒരു ബീച്ച് ബസ്സിൽ ദേ എത്തി ബീച്ച്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബീച്ചാണ് കോഴിക്കോട് ബീച്ച്. കാരണം ബസ് ഇറങ്ങി ഓട്ടോ പിടിക്കാനോ നടക്കാനോ ഒന്നും പോകണ്ട. ബസ് ഇറങ്ങി നേരെ ബീച്ചാണ്. അങ്ങനെ സൺസെറ്റ് കാണാൻ വേണ്ടി കൗതുകത്തോടെ വന്ന് ഞാൻ ശരിക്കും മൂഞ്ചി കേട്ടു. സണ്ണും ഇല്ല, മൊത്തം മഴക്കാറ്. ദ ന്യൂസ് ഓഫ് കടൽ. തിരയെണ്ണയും ഫുഡ് കടകളൊക്കെ നോക്കി മണം പിടിച്ച് നടന്നു. പിള്ളേരുടെ കളിയും ചിരിയും കണ്ട് മണ്ണിലും കളിച്ച് പൂഴിയും വാരിയെറിഞ്ഞ് വെള്ളത്തിൽ കാലും നനച്ച് ലൈറ്റായിട്ട് തിന്നാൻ വാങ്ങാന്ന് വെച്ചു. എന്തൊക്കെയോ വാങ്ങി ആക്രമണം തുടങ്ങി. പോരാ, ഒരു ബിരിയാണി കൂടി അടിക്കേണ്ടി വരും. എന്നാ ആ ബിരിയാണി അങ്ങ് കഴിക്കാന്ന് വെച്ചു. ഒന്നങ്ങ് പറഞ്ഞു. ഓ സോറി, 1 അല്ല 2 എണ്ണം പറഞ്ഞു. വല്ലാത്ത വിശപ്പാണ് എനിക്ക്. സോ ഒന്നും നിൽക്കില്ല. തീറ്റപ്പണ്ടാരം. യു മൈറ്റ് ബി സെഡ് ദാറ്റ്. അങ്ങനെ നിമിഷ നേരം കൊണ്ട് വാനിഷാക്കി ഞാൻ വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ സൺസെറ്റ് കാണാനുള്ള ആക്രാന്തം. സൂര്യനെ പറഞ്ഞു വിടാൻ കടലിന്റെ നടുക്കിലോട്ട് അങ്ങ് ചെന്നു. ആഹാ, ഇവിടെ നിന്ന് നോക്കിയ കോഴിക്കോട് മൊത്തം കാണാലോ. വൻ വൈബാണല്ലോ. അങ്ങനെ ദിവസം മൊത്തം വൈബടിച്ചു തീർത്തു.
പരിപാടികൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. എങ്ങനെയൊക്കെയോ പതിയെ സ്റ്റേഷനിലെത്തി. എന്റെ വണ്ടി ഇനി എപ്പോഴാണോ ആവോ വരുന്നത്. വന്ദേ ഭാരതി വന്നിരുന്നെങ്കിൽ എനിക്ക് ഡേ ടൈം കുറച്ചുകൂടി കിട്ടിയേനെ. പക്ഷേ ഞാൻ പാപ്പരായോണ്ട് എന്റെ വന്ദേ ഭാരതം പരശുരാമാണ്. എന്നേലൊക്കെ കയറാൻ പറ്റുമായിരിക്കും. അപ്പത്തേ ഒരു വണ്ടി വരുന്നു. അതിൽ കയറി. ജനറലിലെ ശോകം ദാരിദ്ര്യം കാണിച്ച് വെറുപ്പിക്കുന്നില്ല. കുറെ നേരം കഴിഞ്ഞ് തിരിച്ച് എറണാകുളം എത്തിയപ്പോഴേക്കും ഞാൻ ക്ഷീണിച്ചു. ഇനി വിശ്രമം ഇന്ന് ഫുള്ള്. അപ്പൊ ശരി, ബൈ.